നമസ്കാരം. അപ്പം, ചപ്പാത്തി, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നതിനായി ആദ്യമായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 3/4 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 5 വെളുത്തുള്ളിയുടെ അല്ലി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, എരിവ് കുറച്ച് മതിയെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് 5-10 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കുക. പിന്നീട് ഉടൻ തന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ ഉപ്പ് മെഷറിംഗ് സ്പൂൺ കൊണ്ട് തന്നെ അളന്നിടാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, നല്ല എരിവ് വേണ്ടവർക്ക് 1/2 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഗരം മസാല 1 ടീസ്പൂൺ. നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഏകദേശം 1/2 മിനിറ്റ് നേരം ഈ മസാലപ്പൊടികളുടെ പച്ചച്ചൊവയൊന്ന് മാറുന്നതിനായി തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്യുക. പിന്നീട് ഉടൻ തന്നെ ഇതിലേക്ക് 3 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. പിന്നീട് തീ കൂട്ടി വെച്ച് ഇതിനെ തിളയ്ക്കാൻ അനുവദിക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യരുത്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേവുന്നതിന് കൂടുതൽ സമയമെടുക്കും. ഇതുപോലെ വലിപ്പം കുറച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ട് പ്രഷർ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഗ്രേവിയിലേക്കിട്ട് വേവിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവുന്നത് വരെ ഏകദേശം 12 മുതൽ 15 മിനിറ്റ് നേരം വരെ വേവിക്കുക. പകുതി സമയമാവുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഇതിപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് നേരം ഞാനിത് വേവിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് അല്പം കൊഴുപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ 3-4 ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഇതുപോലെ തവി കൊണ്ട് ഉടച്ച് ഗ്രേവിയിൽ ചേർത്ത് ഇളക്കാവുന്നതാണ്. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ അവസരത്തിൽ ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഇതിനെ മറ്റൊരു ലെവലിലേക്ക് മാറ്റാവുന്നതാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഉരുളക്കിഴങ്ങ് കറി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.